പാകിസ്ഥാനിൽ എന്ത് പറയണോ, ഒന്ന് രണ്ട് കോൺഗ്രസ്സുകാർ സംസാരിക്കുമ്പോൾ പറയാം ഞങ്ങളൊക്കെ രാജിവെച്ച് BJP പോവാ, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോക്കോന്ന്. ഏത് പറഞ്ഞു കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചൊരു സമൂഹത്തിനെ തന്നെ പേടിപ്പിച്ചിരിക്കുക. അതിന്ന് പുറത്ത് കിടക്കാൻ അവർ ചെയ്യണം. അവരാണത് ആലോചിക്കേണ്ടത്. അങ്ങനെയാണോ ഇത്രയും കാലം എന്താ പറയുക, ഇവിടെ വാജ്പേയിയൊക്കെ ഭരിച്ചിരുന്നില്ലേ, ഏതെങ്കിലും ഒരു അന്യജാതിക്കാർക്ക് ഇവിടുന്ന് പോണ്ടി വന്നിട്ടുണ്ടോ? അതൊക്കെ കഴിഞ്ഞ് കാലങ്ങൾ എത്രയാണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിലടുപ്പിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സാണ്. പിന്നെ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ ശരിയാണ് 230 സീറ്റ് കിട്ടിയെന്ന് പറയുന്നത്. അതിലൊരു 10-30 സീറ്റ് മമതയുടെയാണെന്നാണ് എൻ്റെ അറിവ്. അതിൽ മമതാ ബാനർജി ആണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല. അവർ ഇന്ത്യ മുന്നണിയുടെ വോട്ട് കിട്ടാൻ വേണ്ടി ജയിച്ചവരാണ്. അവർ ഇന്ത്യ മുന്നണിയിലേക്ക് വരണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ ശ്രീമതി മമതാ ബാനർജി വരികയുള്ളൂ. പിന്നെ എങ്ങനെ ഈ 200 പേരെയും വെച്ചിട്ട് എന്ത് മന്ത്രിസഭ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഞാൻ പറയണത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയേണ്ടത്, നിങ്ങളെല്ലാവരും നന്നായി ജേർണലിസം പഠിച്ച് വിവരത്തോടുകൂടി വരുന്നത്, അവർ എഴുതുമ്പോൾ പോലും അതിൽ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആലോചിച്ച് അങ്ങനെ ഒരു ഇപ്പോൾ തൃശ്ശൂരത്തെ ജനങ്ങൾ ഏറ്റവും അധികം രാഷ്ട്രീയത്തിൽ, എൻ്റെ പിതാവ് പണ്ട് പറയാറുണ്ട്, തൃശ്ശൂർ രാഷ്ട്രീയം പഠിച്ചോ ലോകത്ത് എവിടെ പോയിട്ടും രാഷ്ട്രീയം കളിക്കാൻ. ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ളവരാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് സുരേഷ് ഗോപിയെ പോലെ ഒരു മനുഷ്യസ്നേഹി, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറം ബന്ധങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റി ഒന്നും പ്രശ്നമില്ലല്ലോ. അദ്ദേഹം എനിക്കൊന്ന് 7-6 സീറ്റിലും ലീഡാണ്. അപ്പോൾ പിന്നെ ഒന്നെടുത്ത് നോക്കിയാൽ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ തൊട്ട് 1 ലക്ഷത്തിൻ്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തരൂരിനെ ഒരു മാസം കൊണ്ടാണ് മലത്തിയടിച്ച് 16,000 വോട്ടിലേക്ക് എത്തിച്ചത്. പിന്നെ ഓരോ ജില്ലയിലെടുത്ത് നോക്കിയാലും, ഇപ്പോൾ ആറ്റിങ്ങലാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ, അവരെല്ലാം വോട്ട് പിടിച്ചിട്ടുള്ളത് 25% മേലെയാണ്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരുടെ ഈ ജാതി പറഞ്ഞിട്ടുള്ള ജാതി ഏറ്റവും പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. അത് ആ പ്രസ്ഥാനത്തിൽ നിന്നൊരാളായതുകൊണ്ട് കൂടെ കിടന്നവനെ ഒരു അപ്പനി അറിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരാണ് ശരിക്കും പറയുകയാണെങ്കിൽ അത് മാറ്റിയില്ലെങ്കിൽ ഇത് കുറച്ച് നാളത്തേക്ക് ഓടും, അധികം നാളത്തേക്ക് ഓടില്ല എന്ന് മനസ്സിലായത് ഇവിടെ ശ്രീ സുരേഷ് ഗോപി ഇത്രയധികം ഭൂരിപക്ഷത്തിന് ജയിച്ച് കയറിയപ്പോഴാണ്. ഇതൊന്നും ഇവർ നല്ല മനുഷ്യന്മാർ, നല്ല ഉദ്ദേശം